നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ മനോരമ പത്രത്തിന്റെ മുൻ പേജ് നടപടിക്രമങ്ങൾ പാലിക്കാതെ മന്ത്രിപത്നിക്ക് സർക്കാർ കരാർ, വീട്ടിലേക്ക് വഴിവിട്ട്. കേരഫഡ് മിൽമ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര കരാർ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോന്. വിജ്ഞാപനമോ താൽപര്യപത്രമോ അടക്കമുള്ള മത്സര പ്രക്രിയകളൊന്നുമില്ല. ബിന്ദു മേനോന് സ്വജനപക്ഷപാതം ഈ സർക്കാർ നടത്തി എന്നതിന്റെ കൃത്യമായ തെളിവുകൾ മനോരമ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ട് ഉയർന്നതിന് ശേഷം ആദ്യമായിട്ടായിരിക്കാം ഒരു മന്ത്രിക്ക് നേരെ അഴിമതി ആരോപണം ഉയരുന്നത്. മന്ത്രിയുടെ കൊടപ്പനക്കുന്നിലുള്ള വീടിന്റെ പേരിലാണ് ഈ കമ്പനി. ആ കമ്പനിയുടെ സിഇഒ ബിന്ദു മേനോൻ എന്ന ഗണേഷ് കുമാറിന്റെ ഭാര്യ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരഫഡിന്റെയും മിൽമയുടെയും ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിറ്റഴിക്കാനുള്ള കുത്തക അവകാശമാണ് ബിന്ദു മേനോൻ നേടിയത്. അതും പ്രത്യേക മത്സരക്രമങ്ങളിലൂടെയൊന്നും കടന്നു പോകാതെ. ഇതിനുവേണ്ട വിജ്ഞാപനമോ താൽപര്യപത്രമോ പുറത്തിറക്കിയിട്ടില്ല സർക്കാർ. മറിച്ച് മന്ത്രിയുടെ പത്നിക്ക് അതങ്ങ് പതിച്ചു കൊടുത്തു. ഒപ്പം 15% ഡിസ്കൗണ്ടും. ബിന്ദു മേനോനുമായി ബന്ധപ്പെട്ട് ചില ബസ് ഇടപാടുകളുടെ വാർത്തകളും തൊട്ടുപിന്നാലെ പുറത്തു വന്നു. കോടികളുടെ അഴിമതി സംശയിക്കുന്ന പല ആരോപണങ്ങളാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുന്നത്. കമ്മീഷൻ തുകയെ ചൊല്ലിയുള്ള തർക്കമാണ് ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ അസ്വസ്ഥതകൾ രൂക്ഷമാക്കിയത് എന്ന തലത്തിലിപ്പോൾ വാർത്തകൾ നിറയുന്നു. ഇതിനെ ശരിവയ്ക്കുന്ന തലത്തിലാണ് മനോരമ ഇന്ന് ഗംഭീരമായി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതും. ഇത്ര പ്രാധാന്യത്തോടെ മലയാള മനോരമ പോലൊരു പത്രം ഈ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ മറുവശത്ത് അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പിണറായി. 2013 അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന് കീഴിൽ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ. യാമിനി തങ്കച്ചി എന്ന ഒരു പാവൻ ഡോക്ടറായിരുന്നു അന്ന് ഗണേഷിന്റെ ഭാര്യ. 20 വർഷത്തോളം ഇരുവരും ഒരുമിച്ച് താമസിച്ചു. ഇതിനിടയിൽ നിരവധി വഴക്കുകൾ. ഒടുവിൽ യാമിനി തങ്കച്ചി ഗണേഷ് കുമാറിനെതിരെ പലതും വിളിച്ചു പറഞ്ഞു. നിരവധി സ്ത്രീകളുമായി ഗണേഷ് കുമാറിനുള്ള ബന്ധമാണ് യാമിനിയുടെ മുഖ്യ ആരോപണം. ഒടുവിൽ മന്ത്രിമന്ദിരത്തിൽ ഒരു സ്ത്രീ വന്നു കയറിയതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം. തുടർന്ന് നടന്ന കയ്യാങ്കളി. ഒടുവിൽ യാമിനിയെ പുറത്താക്കി. യാമിനിയിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിനായി ഗണേഷ് കുമാർ വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നു. ബാലകൃഷ്ണപിള്ളയും ഉമ്മൻചാണ്ടിയും ഇടപെട്ട് വഴുതക്കാടുള്ള വീട് യാമിനിക്ക് എഴുതി കൊടുത്തു. കൂടാതെ വലിയൊരു തുകയും അന്ന് യാമിനിക്ക് കൈമാറി. തൻ്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങി യാമിനിക്ക് കൊടുത്തതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണ് എന്ന കലി ഒരു വശത്ത്, മറുവശത്ത് തൻ്റെ മന്ത്രിപ്പണി തെറിപ്പിച്ചതിലുള്ള പക. ഒടുവിൽ ഉമ്മൻചാണ്ടിയെ വരിഞ്ഞു മുറുക്കുന്ന ആ സോളാർ കേസിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ഗണേശൻ്റെ. കൊട്ടാരക്കര ജയിലിൽ കിടന്ന സോളാർ നായികയെ കൊണ്ടെന്ന് 4 പേജ് അധികമായി ചേർത്ത് ഉമ്മൻചാണ്ടിയുടെ മേൽ ആരോപിച്ചത് ഏറ്റവും ക്രൂരമായ ആരോപണങ്ങൾ. ഉമ്മൻചാണ്ടി പ്രകൃതി വിരുദ്ധ ലൈംഗികത വരെ നടത്തി എന്നായിരുന്നു ആക്ഷേപം. അന്ന് സോളാർ നായികയെ ചേർത്ത് പിടിച്ച ഗണേഷ് കുമാറിനെ കുറിച്ച് സോളാർ നായിക പിന്നീട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഗണേഷ് കുമാർ എന്നായിരുന്നു സോളാർ നായികയുടെ വെളിപ്പെടുത്തൽ. മറ്റ് നിരവധി ആരോപണങ്ങളും അന്ന് ഗണേഷിനെതിരെ ഉയർന്നു വന്നു. 2013 ഗണേഷ് കുമാർ വിവാഹമോചനം നേടിയത്. തൊട്ടടുത്ത വർഷം, അതായത് 2014 തന്നെ ബിന്ദു മേനോൻ ഗണേഷ് കുമാറിൻ്റെ ജീവിതത്തിലെത്തി. ഗണേഷ് കുമാറിനെ കുറിച്ച് അടിമുടി വിവരങ്ങൾ മനസ്സിലാക്കിയായിരുന്നു ബിന്ദുവിൻ്റെ വരവ്. തുടർന്ന് ഇരുവർക്കുമിടയിൽ പിന്നീട് നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ബിന്ദു മേനോന്റെ ലക്ഷ്യം കച്ചവടം തന്നെയായിരുന്നു. മന്ത്രിപത്നി എന്ന നിലയിൽ വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു. ദുബായ് കേന്ദ്രീകരിച്ച് വലിയൊരു വ്യവസായ ലോകം അവർ പടുത്തുയർത്തി. ഇതിൻ്റെ ഭാഗമായിരുന്നു കേരഫഡും മിൽമയുമൊക്കെയായുള്ള ആ കരാറിൻ്റെ തുടക്കത്തിൽ കേരഫഡിലും മിൽമയിലുമൊക്കെ ചില വിവാദങ്ങൾ ഉയർന്നു. എങ്കിലും സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് അവയൊക്കെ ഇല്ലായ്മ ചെയ്തു. ഇതിനിടയിൽ പിണറായി വിജയനും കുടുംബവുമൊത്ത് സിംഗപ്പൂർ യാത്ര. ഈ യാത്രയിൽ വീണ വിജയനും ബിന്ദു മേനോനും തമ്മിൽ കൂടുതലെടുത്തു. തുടർന്നാണ് ചില ബസ് ഇടപാടുകളുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. 2019 ഗണേഷ് കുമാറും ബിന്ദുവും തമ്മിൽ വലിയൊരു വഴക്കിൻ്റെ വക്കിലെത്തിയിരുന്നു. തുടർന്ന് ബിന്ദു പിണങ്ങി പാലക്കാട് വീട്ടിലെത്തി താമസവും തുടങ്ങി. വല്ലപ്പോഴുമൊക്കെ ഇരുവരും കാണും. പക്ഷേ കാണുന്നത് പലപ്പോഴും കച്ചവടമുറപ്പിക്കാനോ ബിസിനസ് ഇടപാടുകൾക്കോ ആയിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഈ ബിസിനസ് ഇടപാടുകളുടെ കേന്ദ്രബിന്ദു കുടപ്പനക്കുന്നിലുള്ള ഗണേഷ് കുമാറിന്റെ വസതി തന്നെ. ചുരുക്കത്തിൽ മന്ത്രി വസതി തന്നെ കേന്ദ്രമാക്കി ബിന്ദു മേനോൻ വലിയ കച്ചവട ഇടപാടുകൾ നടത്തി എന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നത്. 2.5 വർഷം മുമ്പാണ് ആന്റണി രാജുവിന് ശേഷം ഗണേഷ് കുമാർ മന്ത്രിപദത്തിലെത്തിയത്. അന്നു മുതൽ എങ്ങനെയെങ്കിലും KSRTCയുടെ പേരിൽ ഒരു ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു ഗണേശൻ നടത്തിയത്.
നിരവധി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങളും വാർത്തകളുമൊക്കെ നൽകി അങ്ങനെ ഗണേഷ് തകർത്തു. ഒരു PR ടീമിനെ ഒപ്പം നിർത്തി നിരന്തരം റീലുകൾ ഇറക്കി. തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ നിൽക്കെ അപ്രതീക്ഷിതമായി ഇപ്പോൾ ഭാര്യ ബിന്ദു മേനോന്റെ പൊട്ടിത്തെറി. അതാണ് ഗണേഷിനെ അട്ടപ്പടലം വീഴ്ത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പത്തനാപുരം NSS താലൂക്ക് യൂണിയനിലെ പത്മ കഫേ നിർമ്മാണ വിവാദം ഉയർന്നു വന്നത്. ഈ പത്മ കഫേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താലൂക്ക് യൂണിയനിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നു. 4 കോടി രൂപ പത്മ കഫേ നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തി. അതിൽ 3.5 കോടി കരാറുകാരന് കൈമാറിയതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്നായിരുന്നു പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രതികരിച്ചത്. ഇപ്പോൾ ബിന്ദു മേനോൻ ഉയർത്തിയ ആരോപണങ്ങളിലല്ല, ഇപ്പോൾ ബിന്ദു മേനോന്റെ പേരിൽ ഉയർന്നു വരുന്ന പുതിയ സംഭവ പരമ്പരകളുടെ പേരിലാണ് CPM-ഉം LDF-ഉം ഒക്കെ അടിമുടി വിവാദത്തിലാഴ്ന്നിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ ഘടകകക്ഷി നേതാവായ മന്ത്രിക്കെതിരെ പുറത്തുവന്ന ആരോപണങ്ങൾ അത്ര ചെറുതല്ല. അത് ജില്ലയിലും പുറത്തുമൊക്കെ മുന്നണിയെ വെട്ടിലാക്കുന്നു. ഗണേഷ് കുമാർ വീണ്ടും പത്തനാപുരത്ത് മത്സരിക്കുമെന്ന് ഗണേശൻ തന്നെ പ്രഖ്യാപിച്ചു. തന്റെ ഭൂരിപക്ഷം ഇത്തവണ കുറയില്ല എന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. എന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്ന ആശയക്കുഴപ്പത്തിലാണിപ്പോൾ പത്തനാപുരം പ്രാദേശിക CPM നേതൃത്വം. ഗണേഷ് കുമാറിന് പകരം മകൻ ആദിത്യൻ മത്സരിക്കട്ടെ എന്നീ കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കളിൽ ചിലർ അഭിപ്രായം പറഞ്ഞിരുന്നു. ചിലർ സമൂഹ മാധ്യമങ്ങളിലും കുറിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരിക്കെ 2013 ഉയർന്നു വന്ന വിവാദവും ദുരന്തവുമൊക്കെ. തുടർന്ന് ഉമ്മൻചാണ്ടി അനുഭവിച്ച മനോവേദന. സോളാർ കേസിൽ അന്ന് ഉമ്മൻചാണ്ടിയുടെ ഹൃദയം നുറുങ്ങുന്ന തലത്തിലെത്തി. ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ അപകീർത്തിപ്പെടുത്തിയ ഗണേശൻ അനുഭവിക്കുമെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഈ അടുത്ത കാലത്ത് തൻ്റെ വേദന ചാണ്ടി ഉമ്മൻ തുറന്നു പറഞ്ഞിരുന്നു. അന്ന് ചാണ്ടി ഉമ്മനെതിരെ ആക്രോശിച്ചുകൊണ്ട് ഗണേശൻ കളത്തിലിറങ്ങി. ഏറ്റവും വിചിത്രമായ ചില കാഴ്ചകൾ ഇപ്പോൾ നമുക്ക് മുന്നിലുണ്ട്. 2013 ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ടത് CPM നേതൃത്വമായിരുന്നു. അതും യാമിനി തങ്കച്ചിയുടെ കമന്റുകളെ തുടർന്ന്. അന്ന് പിണറായി വിജയൻ ഗണേഷ് കുമാറിനെ വിശേഷിപ്പിച്ചത് നാറി എന്ന പദപ്രയോഗത്തിൽ. അന്നത്തെ പിണറായിയുടെ വിശേഷണം ഇങ്ങനെ: മുഖ്യമന്ത്രി ഇന്നൊരു കുറ്റവാളിയാണ്. നിസ്സഹായിയായ ഒരു സഹോദരിയെ വഞ്ചിച്ച മനുഷ്യനായിട്ട് ആ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ അർഹനാണോ? ഇരുന്നുകൂടാ. ഇത്തരത്തിലുള്ള നാറികളെ പേറുന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി കസേരയിലിരിക്കാൻ അർഹനാണ്. അക്കാലത്ത് CPM പ്രതികരിച്ച വീഡിയോ ശകലങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച കൊട്ടാരക്കര വാളകത്തെ വീട്ടിൽ മുന്നറിയിപ്പില്ലാതെ കടന്നു വന്ന ബിന്ദു മേനോനാണ് ഒടുവിൽ ഗണേഷിനെ വലിച്ചു കീറിയത്. ഗണേഷ് കുമാറിന്റെ കിടപ്പുമുറിയിൽ മറ്റൊരു സ്ത്രീ. ഒരു ബസ് ഇടപാടുമായി നടന്ന ഡീലിലെ ഉദ്യോഗസ്ഥയായിരുന്നു അവരെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇവിടെ 2 കാര്യങ്ങളാണ് ബിന്ദുവിനെ പ്രകോപിപ്പിച്ചത്. ഒന്ന്, ഭർത്താവിൻ്റെ കിടപ്പറയിൽ വല്ലാത്ത തലത്തിൽ ഒരു സ്ത്രീയെ കാണുന്നു. മറ്റൊന്ന്, തന്നെ ചതിച്ച് കമ്മീഷൻ മുഴുവനായി അടിച്ചു മാറ്റാനുള്ള ഗണേശന്റെ തന്ത്രം. ഇത് രണ്ടും ചേർന്നപ്പോൾ പക കത്തിയാളി. എന്നാൽ ഈ വിവരങ്ങൾ ധരിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ. അതിലും ഒരുപിടി കാര്യങ്ങളുണ്ട്. വീണ വിജയന് ഈ ഇടപാടുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെന്നാണ് ചിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. കിടപ്പുമുറിയിൽ കണ്ട സ്ത്രീക്കൊപ്പം ഗണേഷ് കുമാറിന്റെ ഫോട്ടോ എടുത്തപ്പോൾ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റാഫ് തടഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. തന്നെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഹെൽപ്പിനായി പോലീസിനെ വിളിച്ചു വരുത്തി. എങ്കിലും പോലീസ് മന്ത്രിയുടെ വസതിയിലേക്ക് വന്നില്ല. ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി ഒരൊറ്റ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റിൽ ചെയ്തു. ഭാര്യയ്ക്ക് പരാതിയില്ല, പിന്നെ നിങ്ങൾക്കാണോ എന്ന് ഗണേശൻ തിരികെ ചോദിക്കുന്നു. എങ്കിലും ഈ പരാതികളും ആരോപണങ്ങളുമൊക്കെ ചെന്നെത്തി നിൽക്കുന്നത് പിണറായി വിജയനുമേൽ. പത്തനാപുരത്ത് ഈ വിഷയം കത്തിയാളുകയാണ്. മനോരമയുടെ ഇന്നത്തെ വാർത്ത കൂടി ചേരുമ്പോൾ ഈ വിഷയം മറ്റു തലത്തിലേക്ക് ഉയരുന്നു. മുൻപ് പത്തനാപുരം കമുകുംചേരി സ്വദേശി ഇന്തോനേഷ്യയിൽ മരണമടഞ്ഞപ്പോൾ ചരമ അറിയിപ്പിൽ ഉൾപ്പെടെ ഗണേഷ് കുമാറിന്റെ പേര് കടന്നുവന്നതും ഇപ്പോൾ പത്തനാപുരത്തുകാർ ചർച്ചയാക്കുന്നു. വിൽപത്രവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി വിവാദങ്ങളാണ് ഗണേഷ് കുമാറിന്റെ ജീവിതത്തിലുള്ളത്. ഒന്ന്, ബാലകൃഷ്ണപിള്ള അവസാന കാലഘട്ടത്തിൽ തയ്യാറാക്കിയ വിൽപത്രം മാനിപ്പുലേറ്റഡ് ആണ് എന്ന ഗണേശന്റെ സഹോദരി ഉഷ മോഹൻദാസ് ഉറപ്പിച്ചു പറയുന്നു. ഉഷ മോഹൻദാസിന് ഒരു തുണ്ട് ഭൂമി കൊടുക്കാതെ കൃത്രിമമായി തയ്യാറാക്കിയ ഒരു വിൽപത്രത്തിലൂടെയെല്ലാം ഗണേഷ് കുമാർ അടിച്ചെടുത്തു എന്നതാണ് അതിലെ ധർമ്മസങ്കടത്തിന് കാരണം. മറുവശത്ത് നടി ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ ഒരു തമിഴ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ പലതും തുറന്നു പറയുന്നുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവർ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ ഒരു പരാതി കൈമാറി. ശ്രീവിദ്യയുടെ സ്വത്ത് പൂർണ്ണമായി ഗണേശന്റെ നിയന്ത്രണത്തിലാണ്.
ശ്രീവിദ്യയെ മയക്കാനുള്ള ചില മരുന്നുകൾ കൊടുത്ത് മയക്കിയെന്നും തുടർന്നൊരു വിൽപത്രം തയ്യാറാക്കി അതിൽ ഒപ്പുവെച്ചു എന്നുമാണ് ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ ആരോപണം ഉന്നയിക്കുന്നത്. വേറെയും ചില വിൽപത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഗണേശൻ ഇടപെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരി ഉഷ മോഹൻദാസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അവസാന കാലഘട്ടത്തിൽ ബാലകൃഷ്ണപിള്ളയെ ഒരു വീട്ടുതടങ്കലിൽ എന്നതുപോലെയാണ് ഗണേശൻ പാർപ്പിച്ചത്. അന്ന് ഗണേശനെ വല്ലാതെ ഭയപ്പെട്ടാണ് ബാലകൃഷ്ണപിള്ള അവിടെ കഴിഞ്ഞത്. മുൻപ് ഗണേശൻ സ്വന്തം അച്ഛനെ മർദ്ദിച്ചിരുന്നു എന്നും സഹോദരി ഉഷ മോഹൻദാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പക തോന്നുന്ന ആളുകളെ പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്ത് വരുതിയിൽ വരുത്തുകയാണ് ഗണേശന്റെ തന്ത്രം. അതുതന്നെയാണ് 2013 ഉമ്മൻചാണ്ടിയുടെ മേൽ പ്രയോഗിച്ചതും. ഇപ്പോൾ പിണറായി വിജയൻ വിരണ്ടു നിൽക്കുന്നതും അതേ ഭയത്തിൽ. ഏതൊക്കെ തലങ്ങളിൽ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഗണേശൻ മുതിരും. ഗണേശന്റെ അഴിമതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ പിണറായി വിജയന്റെ മകൾ വീണ വിജയനുണ്ട് എന്ന് ചിലർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ഗണേശന്റെ എക്കാലത്തെയും തന്ത്രം. ഗണേഷ് കുമാർ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നറിയാത്ത ഒരു വിഷമാവസ്ഥയിലാണിപ്പോൾ CPM. LDFിൻ്റെ പ്രാദേശിക നേതൃത്വം ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പുകൾ ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ട് ഗണേഷ് കുമാറിനെ ഇതുപോലെ പൊതിഞ്ഞു പിടിക്കുന്നു? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ പ്രത്യേക താൽപ്പര്യമാണ് ഗണേഷ് കുമാറിനെ CPMുമായി ചേർത്ത് നിർത്തുന്നത് എന്ന ആരോപണവും അന്തരീക്ഷത്തിൽ ശക്തം. മുൻപ് പത്തനാപുരം താലൂക്ക് ആശുപത്രിക്ക് ഭൂമി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി CPM നേതൃത്വം ഇടഞ്ഞിരുന്നു. അതിൻ്റെ മുറിവ് ഉണങ്ങി വരുന്നതേയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും CPM ഘടകകക്ഷികളുടെ യോഗം ചേരുമ്പോൾ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചയാകുമെന്നുറപ്പാണ്. CPM നേതാക്കൾക്ക് മുൻപിൽ പലപ്പോഴും ധാർഷ്ട്യമാണ് ഗണേഷ് പ്രയോഗിക്കാറുള്ളത്. ഇന്ന് പത്തനാപുരത്ത് ഗണേഷിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം സജ്ജമാക്കിയിരിക്കുന്നു. എന്നാൽ അതിൽ പങ്കെടുക്കില്ല എന്നാണ് CPMന്റെ പ്രാദേശിക നേതൃത്വം പറയുന്നത്. ഗണേഷിനെ ചുമന്ന് CPM പത്തനാപുരത്ത് വല്ലാത്ത തലത്തിൽ ചീഞ്ഞളിയുന്നു എന്ന് പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ പരിഭവപ്പെടുന്നു. മറുവശത്ത് ഗണേശന് ഭൂരിപക്ഷം ഉയരുമെന്നാണ് അദ്ദേഹം തന്നെ തുടർച്ചയായി പ്രഖ്യാപിക്കുന്നത്. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ്. ആദ്യം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, തുടർന്ന് ഭാര്യയുടെ ഇടപെടലുകൾ, ഒടുവിലിത അഴിമതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവാദങ്ങളിലേക്ക് പ്രശ്നം വളരുമ്പോൾ CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി പിണറായി വിജയനും എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.